ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗ്ലാമർ താരം ആരെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ എന്നതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന് അതിൻ്റെതായ പ്രത്യേകതയും ഒപ്പം തന്നെ ഗ്ലാമറും എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നിലവിൽ LDF ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. പ്രതിപക്ഷത്ത് മുഖ്യ പ്രതിപക്ഷമായി BJP ഉണ്ട്. UDF മൂന്നാം സ്ഥാനത്താണ്. എന്തായാലും ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും ഏറെ മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒക്കെ നടത്തി കോൺഗ്രസ് ഒരു മുഴം മുൻപേ എറിഞ്ഞിരിക്കുകയാണ്, ഒരു മുഴം മുന്നേ കളം പിടിച്ചിരിക്കുകയാണ്. അവിടെ കോർപ്പറേഷന്റെ ചുമതല നൽകിക്കൊണ്ട് എല്ലാ തന്ത്രങ്ങളും പയറ്റുന്നത് കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് K മുരളീധരനാണ്. അദ്ദേഹം ഏതാണ്ട് 6-7 മാസങ്ങൾക്ക് മുൻപ് തന്നെ തന്റെ ചുമതല ഏറ്റെടുത്ത് അവിടെ താഴെത്തട്ട് മുതൽ പ്രവർത്തനങ്ങൾ നടത്തി, ചർച്ചകൾ നടത്തി, മുന്നണിക്കുള്ളിൽ ചർച്ചകൾ നടത്തി, യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി കോൺഗ്രസിൽ തന്നെ ഒരു പ്രശ്നവുമില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി 2 ഘട്ടങ്ങളിലായിട്ട് 63 സ്ഥാനാർത്ഥികളെ K മുരളീധരന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഗ്ലാമർ താരങ്ങൾ പലരുമുണ്ട് എന്നതാണ് കോൺഗ്രസിന്റെ പട്ടികയെ സവിശേഷമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കോൺഗ്രസ് ശക്തമായ ഒരു മത്സരത്തിന് തയ്യാറായി എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വിലയിരുത്തുന്നത്. KS ശബരിനാഥനെ പോലെ മുൻ MLA ആയ യുവാവായ ഒരാളെ കോർപ്പറേഷന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഇത്തവണ ഈ യുദ്ധത്തെ നേരിടുന്നത്. ഒപ്പം തന്നെ പുതുമുഖങ്ങളായിട്ടുള്ള ആളുകളുണ്ട്, യുവാക്കളുണ്ട്, KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ട്, ഒപ്പം മുതിർന്ന പരിചയസമ്പന്നരായിട്ടുള്ള നേതാക്കളുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ തരത്തിലുമുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കുമെല്ലാം പരിഗണന നൽകുന്ന ഒരു ലിസ്റ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശബരിനാഥനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കോർപ്പറേഷന്റെ ഭരണം തിരിച്ചു പിടിക്കാം, കഴിഞ്ഞ 10-30 വർഷമായിട്ട് തങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഈ ഭരണം തിരിച്ചു പിടിക്കാമെന്ന വലിയൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അതിന് K മുരളീധരന്റെ എല്ലാ തന്ത്രങ്ങളുമുണ്ട്. ഒപ്പം തന്നെ DCCയുടെ അധ്യക്ഷന്റെ ചുമതല വഹിക്കുന്ന N ശക്തനുണ്ട്. അത്തരത്തിൽ കരുത്തരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ അരയും തലയും മുറുക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. നേമം പോലുള്ള വാർഡിൽ നേമം ഷജീറിനെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനുണ്ട്. അങ്ങനെ ശക്തരായിട്ടുള്ള ഒരു പിടി ആളുകളെയാണ് സ്ഥാനാർത്ഥികളായിട്ട് കോൺഗ്രസ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ആവേശം ഇക്കഴിഞ്ഞ ഒരാഴ്ചയോളമായി തുടങ്ങിയിരിക്കുന്ന കോൺഗ്രസിന്റെ UDFന്റെ പ്രചരണ രംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറുവശത്ത് മെനഞ്ഞാന്നാണ് BJP അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. അതിൽ മുൻ DGP ഉൾപ്പെടെയുള്ളവർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇന്നലെ CPM അവിടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. LDFന്റെ 93 അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നലെ CPM പുറത്തുവിട്ടത്. അതിൽ CPMന്റെ പ്രമുഖരായിട്ടുള്ള പല സ്ഥാനാർത്ഥികളും മത്സര രംഗത്തുണ്ട് എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം കോൺഗ്രസ് അവിടെ ശക്തമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇറക്കി ഒരു പോരാട്ടം കടുപ്പിക്കുമ്പോൾ ആദ്യമൊക്കെ തന്നെ ഈ പറയുന്നത് പോലെ മുന്നണിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു. CPMൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ നിലനിന്നു. അതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയം വൈകിയത് എന്ന് ഇന്നലെ തന്നെ ജില്ലാ സെക്രട്ടറി V ജോയിക്ക് പറയേണ്ടി വന്നു. മാത്രവുമല്ല 93 സീറ്റുകളിലാണ് അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ബാക്കി 8 സീറ്റുകളിൽ ഈ തർക്കം കാരണം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ജില്ലാ സെക്രട്ടറിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു പ്രശ്നം CPMനുള്ളിൽ തന്നെയുണ്ട്. CPI കൂടുതൽ സീറ്റുകൾ ചോദിച്ചെങ്കിലും അവർക്ക് കൊടുക്കാൻ CPM സന്നദ്ധമായിട്ടില്ല. ഒപ്പം തന്നെ ഏതാണ്ട് 8-9ഓളം ചെറിയ പാർട്ടികളെല്ലാം തന്നെ മുന്നണിയിലുണ്ട്. അവർക്കെല്ലാം സീറ്റ് കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം CPMനെ സംബന്ധിച്ച് വൈകിയത്. അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ 3 ഏരിയ സെക്രട്ടറിമാരുണ്ട്. ഒപ്പം തന്നെ 4 ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. ഏരിയ സെക്രട്ടറിമാരെന്ന് പറയുന്നത് വഞ്ചിയൂരെ ഏരിയ സെക്രട്ടറി P ശ്രീകുമാർ, അദ്ദേഹം മുൻ മേയർ കൂടിയാണ്. ഒപ്പം തന്നെ പാളയം ഏരിയ സെക്രട്ടറിയായ വഞ്ചിയൂർ ബാബു, അദ്ദേഹം മുൻ കൗൺസിലറാണ്, സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗമായിരുന്നു. ഒപ്പം തന്നെ വിളപ്പിൽ ഏരിയ സെക്രട്ടറിയായ RP ശിവജി, അങ്ങനെ 3 ഏരിയ സെക്രട്ടറിമാര് രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ മേയർ ആരാകുമെന്ന കാര്യത്തിൽ വലിയൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ദീപക് പേട്ട വാർഡിൽ മത്സരിക്കുന്ന SP ദീപക് ആകും മേയർ സ്ഥാനാർത്ഥി എന്ന് അനൌദ്യോഗികമായിട്ട് CPM പറയുന്നുണ്ട്. എങ്കിൽ പോലും മറുവശത്ത് വഞ്ചിയൂർ ബാബു 2015 കോർപ്പറേഷനിൽ അദ്ദേഹം അംഗമായിരുന്നു. ആ സമയത്ത് പറയുന്ന അന്നത്തെ മേയർ ആയിരുന്ന VK പ്രശാന്ത് MLA ആയിട്ട് മത്സരിക്കാൻ പോയപ്പോൾ, അവിടെ MLA ആയിട്ട് ജയിച്ചു കഴിഞ്ഞ് അവിടെ ഒഴിവ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും വഞ്ചിയൂർ ബാബു താൻ മേയറാകുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ അന്ന് വഞ്ചൂർ ബാബുവിനെ തഴഞ്ഞുകൊണ്ട് P ശ്രീകുമാറിനെയാണ് മേയറാക്കിയത്.
അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. ഇത്തവണയും പി ശ്രീകുമാർ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മേയർ സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തപ്പെടാനുള്ള സാധ്യത, അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം വഞ്ചിയൂർ ബാബു വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അദ്ദേഹവും ഈ മേയർ എന്ന് പറയുന്ന കുപ്പായം മോഹം കണ്ടുകൊണ്ടാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. അങ്ങനെ ഈ മേയർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തന്നെ CPM-ൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ ഒരു കുടുംബ രാഷ്ട്രീയം കൂടി നമുക്ക് ഈ LDF-ന്റെ പട്ടികയിൽ കാണാൻ കഴിയും. ഈ വഞ്ചിയൂർ വാർഡിലെ നിലവിലെ കൗൺസിലർ എന്ന് പറയുന്നത് ഗായത്രി ബാബു ആണ്. ആ ഗായത്രി ബാബു എന്ന് പറയുന്നത് ഈ പറയുന്ന വഞ്ചിയൂർ ബാബുവിന്റെ മകളാണ്. ഇത്തവണ ആ വഞ്ചിയൂർ വാർഡ് വനിതാ സംവരണം മാറി ജനറൽ ആയപ്പോൾ അവിടെ മകളെ മാറ്റിക്കൊണ്ട് അച്ഛൻ വഞ്ചിയൂർ ബാബു മത്സരത്തിനായിട്ട് ഇറങ്ങുകയാണ്. തൊട്ട് അടുത്ത ഒരു വാർഡായ പട്ടത്ത് CPI ആണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. CPI-യുടെ PK രാജു ആണ് അവിടെ നിലവിലെ കൗൺസിലർ. അദ്ദേഹം ഡെപ്യൂട്ടി മേയർ കൂടിയാണ്. ആ വാർഡ് ഇത്തവണ വനിതാ സംവരണമായപ്പോൾ അച്ഛൻ മാറിക്കൊണ്ട് മകൾ തൃപ്തി രാജുവിന് അവിടെ സീറ്റ് കൊടുത്തിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു കുടുംബ രാഷ്ട്രീയം കൂടി നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF-ന്റെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ നമുക്ക് കാണാൻ കഴിയും. ഒപ്പം ഈ സീറ്റ് വിഭജിച്ച രീതിയിൽ മുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധികൾ ഉടലെടുത്തിട്ടുണ്ട്. കരമന പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർഡിൽ കരമന അജിത്തിനെ പോലെ ശക്തനായ ഒരു നേതാവിനെയാണ് BJP രംഗത്തിറക്കുന്നത്. ആ വാർഡ് CPM കേരള കോൺഗ്രസ് എമ്മിന് താരതമ്യേന അവിടെ ശക്തിയൊന്നുമില്ലാത്ത കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് BJP-യെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിലൊരു വാർത്തകളൊക്കെ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ അവിടെ താഴെത്തട്ടിൽ തന്നെ ഉണ്ട്. പാർട്ടിക്കുള്ളിൽ തന്നെ ആ വിഷയത്തിൽ ഒരു അതൃപ്തി രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം BJP ശക്തനായ ഒരു സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ അവിടെ CPM തന്നെ മത്സരിച്ചുകൊണ്ട് ശക്തി തെളിയിക്കേണ്ടതാണ് എന്ന പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായം ഉയരുന്നുണ്ട്. പക്ഷേ കാലടി പോലെ ഒരു വാർഡ് സ്വീകരിച്ചുകൊണ്ട് CPM കരമന പോലെ ശക്തമായ ഒരു വാർഡ് അത് BJP-ക്ക് അടിയറ വെക്കുന്ന തരത്തിലേക്ക് കേരള കോൺഗ്രസ് എമ്മിന് അവിടെ യാതൊരു സ്വാധീനമില്ലാത്ത ഒരു പാർട്ടിക്ക് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഈ കേരള കോൺഗ്രസ് എമ്മിനും ആ സീറ്റ് കിട്ടിയതിൽ വലിയൊരു അതൃപ്തിയുണ്ട്. കാരണം തങ്ങൾക്ക് ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു വാർഡ് കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങളാൽ ഉഴലുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും മറുവശത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തോടുകൂടി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ഇത്തവണ ശക്തമായ ഒരു പോരാട്ടം നടത്തിയാൽ കുറഞ്ഞതൊരു 40 സീറ്റുകളിലെങ്കിലും വിജയിച്ച് കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയും എന്ന തികഞ്ഞ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. അത് K മുരളീധരനുണ്ട്, ശബരിനാഥനുണ്ട്. അപ്പോൾ ശബരിയും മുരളിയും ചേർന്നുകൊണ്ട് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം.